Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of linear equation to variables, which is 3 and 4 mark questions and previous year questions ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ബിഫോർ നമ്മൾ MCQ questions ആയാലും 2 mark questions ആയാലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ 10th കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ മാത്സ് ഒക്കെ കഴിഞ്ഞിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? നമ്മളുടെ എക്സാംസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നോ? എക്സാംസ് നന്നായി എഴുതാൻ പറ്റിയോ? അതേമാതിരി തന്നെ സമയം മാനേജ് ചെയ്ത് എഴുതാൻ ശ്രമിക്കണം. ഇനി നമുക്ക് സമയമില്ല, ഡേറ്റ് വന്നുല്ലോ, ബോർഡ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു. February 11th സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കണ്ടത്. 19th നിങ്ങളുടെ ലാംഗ്വേജ് എക്സാംസ് വരുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, നല്ല വാശിയോടുകൂടെ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇതേമാതിരി തന്നെ പറയുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ സമയം മാനേജ് ചെയ്ത് എക്സാം എഴുതുക കേട്ടോ. സമയം മാനേജ് ചെയ്ത് എക്സാം എഴുതിയാലാണ് നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ആ എക്സാം എഴുതി തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം മാനേജ് ചെയ്ത് എഴുതുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഒരിക്കലും നമ്മൾ പഠിച്ച ഡിറ്റോ ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരില്ല അല്ലേ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന സ്പീഡ് കൂടുതലായിരിക്കണം. അതേമാതിരി തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന രീതിയും കറക്റ്റ് ആയാലാണ് നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് അതൊക്കെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ഒരു 10 days കിട്ടുന്നുണ്ട്, പിന്നെ ഒരു ജാനുവരി മന്ത് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു February 10-11 days കിട്ടുന്നുണ്ട് അല്ലേ. ആ സമയത്തൊക്കെ നന്നായി തന്നെ കിട്ടുന്ന സമയമൊക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എ ഫാദേഴ്സ് ഏജസ് 3 times the sum of ages of his 2 children. 2 ചിൽഡ്രൻ്റെ കേസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചൈൽഡൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ അറ്റ് എ ടൈം 2 ചിൽഡ്രൻ്റെ ഏജിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ആണ് ഫാദറിൻ്റെ ഏജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആഫ്റ്റർ 5 years ഏജ് വിൽ ബി 2 times the sum of ages of their ages. ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ. പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെ ഏജ് ടൈപ്പ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ഫാദേഴ്സ് പ്രസന്റ് ഏജ് ബി X years. നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് എടുക്കുന്നത് അത് നിങ്ങൾ ആദ്യം സ്പെസിഫൈ ചെയ്യണം. അല്ലാണ്ട് ആദ്യമേ 2 വേരിയബിൾ എടുത്തിട്ട് എക്സ് എന്താണ് വൈ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എക്സ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, വൈ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ യു ഷുഡ് ഹാവ് ടു ക്ലിയർലി സ്പെസിഫൈ വാട്ട് ഈസ് യുവർ എക്സ് ആൻഡ് വാട്ട് ഈസ് യുവർ വൈ. ഓക്കെ, അപ്പോൾ X years ആണ് നമ്മൾ ഫാദറിൻ്റെ ഏജ് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. Now moving on to the question, a father's age is 3 times the age of his 2 children എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫാദറിൻ്റെ ഏജ് എക്സ് ആണ്, കുട്ടികളുടെ ഏജിൻ്റെ സം എന്താണ്, വൈ ആണ്. ഫാദറിൻ്റെ ഏജ് കുട്ടികളുടെ ഏജിൻ്റെ സമ്മിനോട് 3 times ആണ്. 3 times എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടിയത്, 3y ആണ്. ഇത് നമ്മളുടെ ഇക്വേഷൻ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ആഫ്റ്റർ 5 years ഏജ് വിൽ ബി 2 times ദ സം ഓഫ് ഏജസ് ഓഫ് ദെയർ ഏജസ്. ഓക്കെ, അപ്പോൾ 5 years ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ. 5 years ആഫ്റ്റർ, സോ ദാറ്റ് ഇസ് എക്സ് പ്ലസ് 5. ഫാദറിൻ്റെ ഏജ് എന്ത് ചെയ്യുന്നു, 5 വയസ്സ് കൂടുന്നു. ഇതേമാതിരി തന്നെ കുട്ടികളുടെ ഏജിലും എന്താണ് ഉണ്ടാവുന്നത്, 5 കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരു കുട്ടിയുടെ കേസല്ല 2 കുട്ടികളുടെ കേസ് എടുക്കുന്നത് കാരണം തന്നെ y + 5 വരും. കാരണം 2 കുട്ടികൾക്കും എന്താണ് അറ്റ് എ ടൈം 5 കൊല്ലത്തിന് ശേഷം, അതായത് ഒരു കുട്ടിക്ക് 5 വയസ്സ് കൂടുന്നു, മറ്റേ കുട്ടിക്കും 5 വയസ്സ് കൂടുന്നു. ദാറ്റ് ഈസ് ഇൻ ടോട്ടൽ 2 പേർക്കും എത്രയാണ് കൂടുന്നത്, സമ്മായിട്ട് 10 വയസ്സാണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ 2 കുട്ടികളുടെ കേസായ കാരണമാണ് ഇവിടെ 10 വരാൻ കാരണം കേട്ടോ. ഒരു സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ y + 5 എന്ന് വേണം എഴുതാനായിട്ട്. ദാറ്റ് എ ടൈം 2 ചിൽഡ്രനും കൂടെ നമ്മൾ y ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കാരണമാണ് y + 10 എന്ന് വന്നത്.
ദെൻ ഇറ്റ് ഈസ് 2 times എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ 2 times എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫാദറിന്റെ ഏജ് കുട്ടികളുടെ ഏജിന്റെ 2 മടങ്ങ്, ട്വൈസ്, 2 times. 2 times എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ടൈംസ്, ത്രൈസ്, ഡബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. മോർ എന്നൊക്കെ പറഞ്ഞാലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അഡീഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇത് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 into y 2y plus 2 into 10 20 or x minus 2y is equal to 20 minus 5. ഈ 5 ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവുന്നു, ഇറ്റ് ഈസ് -5. ദാറ്റ് ഇസ് 20 minus 5 എത്രയാണ്, 15 ആണ്. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. നോക്കി നോക്കാം, നമുക്ക് ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് ഇൻ ടേംസ് ഓഫ് വൈൻ്റെ രീതിയിലാണ് ഇക്വേഷൻ 1 കിടക്കുന്നത് അല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു 3y ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, 3y വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇക്വേഷൻ നമ്പേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേമാതിരി തന്നെ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇക്വേഷൻ നമ്പേഴ്സ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും മാർക്ക് സ്കോർ ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, ചാൻസ് കൂടുതലാണ്. ഓക്കെ, തെറ്റ് വരാണ്ടിരിക്കാനും ചാൻസ് കൂടുതലാണ്. 3y minus 2y equal to 15 or 3y minus 2y, it is 1y is equal to 15 or y is equal to 50. സോ നമുക്ക് y 15 ആണ് കിട്ടി. നമ്മളുടെ അടുത്ത് ഇപ്പം നമുക്ക് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സം ഓഫ് ഏജ് ഓഫ് 2 children ആണ് അല്ലേ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫാദേഴ്സിന്റെ പ്രസന്റ് ഏജ്, ദാറ്റ് ഈസ് എക്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായിരിക്കും, ഇക്വേഷൻ 1 implies x is equal to 3 into 15, that is equal to 45 years. അപ്പോൾ 45 years ആണ് നമ്മളുടെ അച്ഛൻ്റെ പ്രസന്റ് ഏജ്. സോ ദ ഫാദേഴ്സ് പ്രസന്റ് ഏജ് ഇസ് 45 years. Therefore, father's present age is 45 years. അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ പാറ്റേണിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും, അതായത് ഒരു ഫാദറിൻ്റെ ഏജ് വിത്ത് റെസ്പെക്ട് ടു 2 കുട്ടികളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അറ്റ് എ ടൈം 2 കുട്ടികളുടെയും വേരിയബിൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, വൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു കുട്ടിയിൽ മാത്രമല്ല അഡീഷൻ ചെയ്യേണ്ടത്, 2 കുട്ടികളിലും എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ആ വയസ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതേമാതിരി തന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ 2ഉം സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ. അതൊന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. ചിലവർ ഇവിടെ ആയിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാക്കുക, y + 5 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരമൊക്കെ തെറ്റിപ്പോവും. ബിക്കോസ് ഇവിടെ 2 ചിൽഡ്രൻ ആയതുകൊണ്ട് തന്നെ y + 5 + 5 2 കുട്ടികളുടെയും 5 വർഷത്തിൻ്റെ ഏജ്, അപ്പോൾ 10 എന്നാണ് വരിക. ഓക്കെ, അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ തെറ്റാൻ ചാൻസ് കൂടുതൽ. അപ്പം അതൊന്ന് സൂക്ഷിച്ചെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നമ്മളുടെ 2019 ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കണ്ടിട്ട് പേടിക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A part of monthly hostel charge in a college hostel is fixed and the remaining depends on the number of days one has taken the food from the mess. അത് നമുക്കറിയാവുന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ ബ്രദറോ സിസ്റ്ററോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം, എന്തായാലും ഒരു ഫിക്സഡ് റെൻറ്റ് നമ്മൾ എന്തായാലും ഹോസ്റ്റലിൽ എന്ത് ചെയ്യണം, കെട്ടണം അല്ലേ. ഇപ്പോൾ ഒരു മാസം നമുക്ക് ലീവ് കൂടുതലാണെങ്കിലും നമുക്ക് വെക്കേഷൻ ആണെങ്കിൽ പോലും ആ ഒരു ഫിക്സഡ് ചാർജ് എന്തായാലും ഹോസ്റ്റലിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ, പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തു എന്നുള്ളതിന് കണക്ക് കൂട്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതേ സെയിം രീതിയിൽ തന്നെയാണ് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്, പ്ലസ് അഡീഷണൽ ഇത് ദ മണി ഈസ് ഗിവൺ ഫോർ ദ ഫുഡ് ദാറ്റ് വി ടേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ എ സ്റ്റുഡൻറ്റ് എ ടേക്സ് ഫുഡ് ഫോർ 25 days, എ എന്ന് പറഞ്ഞൊരു കുട്ടി 25 ദിവസം ഫുഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4500 രൂപ കൊടുക്കണം. അതേമാതിരി തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഫുഡ് എടുത്ത് എത്ര ദിവസത്തിനാണ്, 30 daysന് ഫുഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി ഹാസ് ടു പേ 5200 rupees.
അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ഫൈൻഡ് ദ ഫിക്സഡ് ചാർജ് ആൻഡ് ആൾസോ ദ കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ. അതായത് നമ്മൾ അവിടെ കൊടുക്കേണ്ട ഫിക്സഡ് ചാർജ് എത്രയാണെന്നുള്ളതും അതേമാതിരി തന്നെ ഓരോ ദിവസം ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണം എന്നുള്ളതും എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു, എക്സും വൈ ആയിട്ട് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, ഇതേ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു ലെൻഡിങ് ലൈബ്രറിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇരിക്കുന്നുണ്ട്. അതേ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അവിടെ ഒരു ലെൻഡിങ് ലൈബ്രറി ആണെങ്കിൽ ഇവിടെ ഒരു ഹോസ്റ്റലിന്റെ കേസാണ്, അത്രയേ ഉള്ളൂ. ലെറ്റ് ഫിക്സഡ് ചാർജ് ബി X rupees and cost of food per day be Y rupees. ഓക്കെ, അപ്പം മെൻഷൻ ചെയ്തു എന്താണ് എക്സ് എന്താണ് വൈ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ യു ഷുഡ് പേ എ ഫിക്സഡ് ചാർജ് എക്സ് ആൻഡ് അനദർ ഫോർ 25 days അല്ലെ, 25 ദിവസം ഭക്ഷണം എടുക്കുന്നതിൻ്റെ പേയ്മെൻറ്റും കൂടെ കൊടുക്കണം. അപ്പോൾ 25 ദിവസം ഒരു ദിവസത്തെ പൈസ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, എന്നാലാണ് ടോട്ടൽ എമൗണ്ട് കിട്ടുക അല്ലേ. അപ്പോൾ ഒരു ദിവസം നമ്മൾ വൈ റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ 25 ദിവസമാണെങ്കിൽ 25 ഇൻറ്റു വൈ. ദിസ് ഇസ് ടോട്ടൽ ആഡിങ് അപ് ടു 4500 rupees. വൺസ് അഗെയിൻ നമ്മൾ അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഫിക്സഡ് ചാർജ് എന്തായാലും ഉണ്ട്. അഡീഷണലി സ്റ്റുഡൻറ് ബി എന്താണ് ചെയ്യുന്നത്, 30 ദിവസത്തിന് ഭക്ഷണം എടുക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 30y ഈസ് ഈക്വൽ ടു he has to pay 5200 rupees. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, രണ്ട് ഇക്വേഷൻസ് വരുന്നത്. രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് മെത്തേഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഏതർ യു ക്യാൻ ഗോ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ക്യാൻ ഗോ ഫോർ എലിമിനേഷൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് എലിമിനേഷൻ ചൂസ് ചെയ്താൽ മതി, കാരണം എക്സിൻ്റെ വേരിയബിൾസ് എന്താ, എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആണ്. സോ നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും എലിമിനേറ്റ് ആയി പോവില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പൊളാരിറ്റി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയുള്ള എല്ലാ പൊളാരിറ്റി മീൻസ് സൈൻ നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. സോ എക്സ് ആൻഡ് നെഗറ്റീവ് എക്സ് വിൽ ബി ഗെറ്റിംഗ് ക്യാൻസൽ. 25 minus 30 it is minus 5y is equal to 0 0 and this will be 7. നെഗറ്റീവ് 700 എന്ന് വരുന്നുണ്ടാവും. ഓർ y is equal to നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 700 divided by 5. 700 divided by 5 എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് 1 time 2410 140 rupees ആണ് കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ. അതായത് നമ്മൾ ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് പേ 140 rupees. ആൻഡ് ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിതൊരു ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 1, എക്സ് പ്ലസ് 25 ഇൻറ്റു 140 ഇസ് ഈക്വൽ ടു 4500 ഓർ എക്സ് പ്ലസ് 25 ഇൻറ്റു 140 എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാൽക്കുലേഷൻസ് എപ്പോഴും നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും മാർജിനിലോ സൈഡിലോ ഇവിടെ ഓരത്തൊന്നും കൊണ്ടൊന്നും ചെയ്യരുത്. യു ഷുഡ് ഡ്രോ വർക്കിംഗ് കോളം ആൻഡ് ഓൺലി ഇൻസൈഡ് ദാറ്റ് യു ഷുഡ് ഡ്രൂ all the calculations. Zero, 5, 3. Okay. So it is 350. പിന്നെ ഒരു 0 നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ആഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു 4500. 4500 മൈനസ് 3500 ഇറ്റ് ഈസ് 1000. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് ചാർജ് 1000 rupees എന്നും കിട്ടി. അതേമാതിരി തന്നെ ഫുഡ് പെർ ഡേ എത്രയാണ് കോസ്റ്റ് ആവുന്നത്, 140 rupees ആണ്. സോ ഇവിടെ വെച്ച് നിർത്തരുത്, ഒന്നും കൂടെ നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതാൻ പോവാണ്. Therefore, fixed charge is 1000 rupees and cost of food per day is 140
rupees. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കണ്ടിട്ട് പേടിക്കണം എന്നില്ല. വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു, നമ്മളത് സോൾവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്യാം. സോ ദിസ് ഇസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് പൊതുവേ സിമ്പിൾ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ബിക്കോസ് സെപ്പറേറ്റ് ആയിട്ട് ന്യൂമറേറ്ററിൽ എന്താണ് ചെയ്യുന്നത്, ഡിനോമിനേറ്ററിൽ എന്താണ് ചെയ്യുന്നതെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, so if we add 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ആദ്യം ഈ ഒരു ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് എന്താണ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ, എന്താണ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്നാണ്. സോ നമ്മൾ അതാണ് ആദ്യം മെൻഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ലെറ്റ് ന്യൂമറേറ്റർ ബി എക്സ് ആൻഡ് ഡിനോമിനേറ്റർ ബി വൈ. അപ്പോൾ ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നു എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് നമുക്ക് വേണ്ട ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇഫ് വി ആഡ് 1 ടു ദ ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിലേക്ക് 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. So we are adding 1 to the numerator and subtracting 1 from the denominator. The fraction will be 1. അല്ലേ, 1 എന്നാണ് ഫ്രാക്ഷൻ പറഞ്ഞിട്ടുള്ളത്. സോ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇക്വേഷനും കൂടെ എഴുതിയിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം കേട്ടോ. ഇറ്റ് ബിക്കംസ് 1/2 ഇഫ് വി ഓൺലി ആഡ് 1 ടു ദ ഡിനോമിനേറ്റർ. അതായത് ന്യൂമറേറ്ററിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് പെർഫോമിങ് ഓപ്പറേഷൻ ഓൺലി ഓൺ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് 1. ഇപ്പോൾ 1 നമ്മൾ ആഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് 1 ആഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രാക്ഷൻ എന്തായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 1/2 ആയി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ന്യൂമറേറ്ററിൽ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഈ ന്യൂമറേറ്റർ ഈ ഒരു ഇക്വേഷന് മാത്രമാണ് കേട്ടോ. ആക്ച്വലി നമ്മളുടെ ന്യൂമറേറ്റർ എന്താണ്, എക്സ് ആണ്. സോ നിങ്ങളിവിടെ എക്സ് തന്നെ വേണം എഴുതാനായിട്ട്. എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/2. നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഇക്വേഷൻ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ you will be getting x plus 1 is equal to 1 into y minus 1, that is equal to y minus 1, or x minus y is equal to ഈ ഒരു പ്ലസ് 1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 ആവും. -1 that is x minus y is equal to -2. So this is our equation 1. എപ്പോഴും ഇക്വേഷൻ നമ്പർ മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയതിന് ശേഷം മാത്രം ഇക്വേഷൻ നമ്പർ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറേ ഇക്വേഷൻസ് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഇക്വേഷന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഇട്ടാൽ മതി. അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ 2 into x it is 2x is equal to y plus 1 into 1 it is y plus 1 itself, or 2x minus y is equal to 1 എന്ന് വന്നു അല്ലേ. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ 2. നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പം നമുക്കത് അവിടെ നിൽക്കട്ടെ. വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 2 അവിടെയും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ഈസ് x minus y is equal to -2 and 2x minus y is equal to 1. ഇവിടെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി നെഗറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2y ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. സോ വി ആർ ചേഞ്ചിങ് ദ പോളാരിറ്റി. നെഗറ്റീവ് ആക്കി, ഇത് പോസിറ്റീവ് ആക്കി, ഇത് നമ്മൾ നെഗറ്റീവ് ആക്കി. x minus 2x it is minus x. നെഗറ്റീവ് ആയി പോസിറ്റീവ് ആയി ക്യാൻസൽ ആയി പോയി. -2 - 1 it is -3. നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആസ് x is equal to 3. എക്സ് നമുക്ക് എന്താണ് കിട്ടി, 3 ആണ് കിട്ടി. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനെ എക്സിന് പകരം നമ്മൾ 3 വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഇക്വേഷൻ 1 തന്നെ ചെയ്യാം. സോ ഇക്വേഷൻ 1 implies 3 minus y is equal to -2.
minus y is equal to minus 2 minus 3 minus y is equal to minus 5 or y is equal to 5. ഓക്കെ, സോ നമുക്ക് എക്സിൻ്റെ വാല്യൂവും കിട്ടി വൈൻ്റെ വാല്യൂവും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്താണ്? എക്സ് ആണ്. ഡിനോമിനേറ്റർ എന്താണ്? വൈ ആണ്. Therefore fraction is numerator x, denominator y ആണ്. Therefore fraction is 3/5. ഇപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെപ്പും എഴുതി ചെയ്യുക. എഴുതി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂം ചെയ്തിട്ടല്ല എഴുതണ്ടേ, വളരെ സ്പീഡിൽ തന്നെ എഴുതി തീർക്കാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എഴുതി തീർക്കുക. ബാക്കിയുള്ള സമയം നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആയാലും ആലോചിച്ചിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണം അല്ലേ? അപ്പോൾ ഒരിക്കലും കിട്ടാത്ത ക്വസ്റ്റ്യൻസുമേ കുറേ നേരം ഇരുന്നിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യരുത്. അങ്ങനെയല്ല ഒരിക്കലും ചെയ്യണ്ടേ. ആദ്യം നമുക്ക് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് തീർക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നേരം കിട്ടുമല്ലോ നമുക്ക്, ഒരു 3/4 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഒക്കെ നിർത്തിയിട്ട് ആ ഒരു 1 അവറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആയാലും ചെക്കിങ് ആയാലും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ പേപ്പർ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.